പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഈസ്റ്റർ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉദ്ധിതനായ കർത്താവിൻ്റെ അനുഭവം ഏറെ സ്വീകരിച്ച സ്വന്തമാക്കിയ അനേക മക്കളെ ബൈബിളിൽ കാണുന്നു, നാം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈസ്റ്റർ അനുഭവം, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉദ്ധിതനായ കർത്താവ് അനുഭവം ലഭിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് നാം പറയുന്നു, ഈസ്റ്റർ അനുഭവങ്ങൾക്ക് തടസ്സമാകുന്ന കല്ലുകൾ, ഈസ്റ്റർ അനുഭവത്തെ ഉദ്ധിതനായ കർത്താവിന് അനുഭവിക്കാൻ പറ്റാത്ത തടസ്സങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. ഓർക്കുക പ്രിയമുള്ളവരെ, ഇങ്ങനെ തടസ്സം നിൽക്കുന്ന കല്ലുകൾ നമ്മെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയിൽ നിന്നും വേർതിരിക്കുന്ന, മറികടക്കാനാവാത്ത പ്രതിബന്ധങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതായത് ഒരു തരത്തിലും മുന്നേറാൻ പറ്റാത്ത തരത്തിൽ, എന്തിനാ? ഈശോയെ കാണാൻ, ഉദ്ധിതനായ കർത്താൻ അനുഭവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥകളായ ചില ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഭയമാകാം, പാപമാകാം, ലജ്ജയാകാം, സംശയമാകാം. എന്നിവയെ നമ്മുടെ ജീവിതത്തിൽ പ്രതിനിധീകരിക്കുന്നു ഈ കല്ലുകൾ. എങ്കിൽ പ്രിയമുള്ളവർ, ഈ കല്ലുകൾ എങ്ങനെ തടസ്സം നിൽക്കുന്നു? ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാനുള്ള മനുഷ്യന്റെ കഴിവില്ലായ്മയാണിത്. ഒന്നടക്കം പറയാം, ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാനുള്ള നമ്മുടെ കഴിവില്ലായ്മയാണ്. എങ്കിൽ പ്രിയമുള്ളവര്, അവൻ്റെ സജീവമായ സാന്നിധ്യം, പ്രത്യാശ, അവൻ വാഗ്ദാനം ചെയ്യുന്ന പൂർണ്ണവും സമത്വമായ ജീവിതം എന്നിവ അനുഭവിക്കുന്നതിന് തടസ്സമായി പ്രവർത്തിക്കുന്ന ഈ ബന്ധനങ്ങള് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് വിടുതൽ പ്രാപിക്കണം. ഓർത്ത്, ഉദ്ധിതനായ കർത്താവ് ആ ഉദാന അനുഭവത്തിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട നമ്മുടെ ശിഷ്യ സമൂഹവും മറ്റു മക്കളും, അവരൊക്കെ ജീവിതത്തില് ഉദ്ധാനാനുഭവം കിട്ടാൻ തടസ്സമായില്ലേ? ഓർക്കുക, ആദ്യമായി യേശു അനുഭവം കിട്ടിയ ആ മറിയം മഗ്ദലേനയും മറ്റു സഹോദരിമാരും, അവർ ജീവിതത്തിൽ പാപം യേശുവിനെ അനുഭവിക്കാൻ സാധിച്ചില്ല. പക്ഷേ ആ പാപം മാറ്റിക്കളഞ്ഞതോടുകൂടി അവർ ജീവിതത്തിലെ ഉദ്ധിതനായ കർത്താവ് ആ വ്യക്തിയെ പേര് വിളിച്ച് കടന്നു വരുന്നു. പേര് വിളിക്കുന്നത് ഭയങ്കരമായ വലിയ രീതിയിലുള്ള ഒരു വൈകാര്യമായ ഒന്നാണ്. യേശുദ്ധനായിട്ടും യഹൂദരെ ഭയപ്പെട്ട് മുറിക്കകത്തിരുന്നപ്പോൾ യേശു അനുഭവം കിട്ടിയില്ല. നമ്മുടെ ജീവിതത്തിലും പലതരത്തിലുള്ള ഭയത്തിൻ്റെ അവസ്ഥ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റും. അതുപോലെ തന്നെ തോമാസ് ലീഹ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. അപ്പുറമായിട്ട് ആ വ്യക്തി സംശയം യേശു അനുഭവത്തും തോമാസിലെ മാറ്റി. എമ്മാസിലേക്ക് പോയ ആ തോമാസിനെ മാറ്റിയെങ്കിലും തോമാസുകളുടെ സ്നേഹബുദ്ധിയാലുള്ള ആവശ്യങ്ങൾക്ക് മുന്നിൽ യേശു അനുഭവം പങ്കുവയ്ക്കുവാൻ യേശു തന്നെ ഉപകരണമാകുക. യേശു അനുഭവം പങ്കുവെക്കുവാൻ യേശുവിനെ തുറക്കുക. എമ്മാവുസിലെ ശിഷ്യന്മാർ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്കല്ല പോയത്. എമ്മാവുസ് ചന്ത സ്ഥലമല്. എന്തുകൊണ്ടാ? പഴയ നിയമ പ്രവാചനങ്ങളും യേശുവിൻ്റെ പ്രവൃത്തിയെല്ലാം യഥാർത്ഥത്തില് ആഴത്തില് ആ പ്രിയപ്പെട്ട ശിഷ്യന്മാര് സ്വീകരിച്ചില്ല, ഉൾക്കൊണ്ടില്ല, തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ യേശു അനുഭവം കിട്ടിയില്ല. എന്നിരുന്നാൽ യേശു അവർ ജീവിതത്തിലേക്കും വ്യക്തിപരമായി കടന്നു എന്നും യേശു അനുഭവം കിട്ടി, യേശു അനുഭവം പങ്കുവച്ചു. പ്രിയമുള്ളവരെ, എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ യേശു അനുഭവം ലഭിക്കുവാൻ എന്തെല്ലാമാണ് വല്ല കല്ലായി തോന്നുന്നുവെങ്കിൽ ഓർക്കുക പ്രിയമുള്ളവരെ, ആ കല്ല് നമ്മുടെ ജീവിതത്തിലെ യേശു അനുഭവം ലഭിക്കാൻ തടസ്സം നിൽക്കുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ കല്ലെടുത്തു മാറ്റും. അതുപോലെ തന്നെ കല്ലുകൊണ്ട് സീൽ ചെയ്തെന്ന് പറയുമ്പോൾ യേശു അനുഭവം, ഉദ്ധാന അനുഭവം കിട്ടാതിരിക്കാൻ വേണ്ടി സാത്താൻ്റെ ഒരു പണിയായി നാം തിരിച്ചറിയുന്നില്ലേ? എങ്കിൽ ക്രിസ്തു അനുഭവം, ഉദ്ധിതനായ യേശുവിൻ്റെ ആ ഉദ്ധാന അനുഭവം, ഉദ്ധാനം ചെയ്ത കർത്താൻ അനുഭവിക്കുവാൻ തടസ്സം നിൽക്കുന്ന ഓരോ കല്ലുകളും, പാപത്തിൻ്റെ, ബന്ധനത്തിൻ്റെ, ആസക്തിൻ്റെ, അടിമത്തത്തിൻ്റെ, സംശയത്തിൻ്റെ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം മാറ്റുവാൻ ദൈവത്തിൻ്റെ
കാരണത്തുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ദൈവത്തോടു കൂടിയായി ആ കല്ലുകൾ മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. ഈശ്വരാശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകരവയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.